വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ റെയിൻ ബസേരേമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ റെയിൻ ബസേരേമെ എന്ന പാഠം എഴുതിയത് അമൃതലാൽ ബേഗഡ്. ഇതൊരു യാത്രാവൃത്താണ്. യാത്രാവൃത്തി എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണം. അപ്പോൾ ഈ യാത്രാ വിവരണം എഴുതിയത് അമൃതലാൽ ബേഗഡാണ്. അത് എല്ലാവരും ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് റെയിൻ ബസേരേമെ. അപ്പോൾ റെയിൻ ബസേരേമെ എന്ന പാഠത്തിൻ്റെ മലയാളം മീനിങ് എന്താണെന്ന് വെച്ചാൽ, റെയിൻ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, ബസേരേമെ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന. അപ്പോൾ രാത്രി കാലങ്ങളിൽ താമസിക്കുന്ന ഇടം. നമ്മളിപ്പം എവിടെയെങ്കിലും പെട്ടുപോയാൽ നമ്മൾ രാത്രി കാലങ്ങളിൽ താമസിക്കാൻ പറ്റുന്ന ഒരിടം, ആ ഒരു അർത്ഥമാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ സത്രം എന്ന് പറയാം. രാത്രി കാലങ്ങളിൽ താമസിക്കാൻ പറ്റുന്ന ഒരിടം, അതിനെ നമുക്ക് സത്രം എന്ന് പറയാം. അതാണ് നമ്മളെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്, റെയിൻ ബസേരേമെ. അപ്പോൾ എഴുതിയത് ഒന്നുകൂടെ നോക്കുക. അമൃതലാലാണ് ഇത് എഴുതിയത്. ഇത് ഒരു യാത്രാവൃത്താണ്. യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണം. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, റെയിൻ ബസേരേമെ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്കും അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക്, വീടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന സത്രം അല്ലെങ്കിൽ ഷെൽട്ടറുകളെയാണ് നമ്മൾ റെയിൻ ബസേരേമെ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ യാത്രാവൃത്തി പഠിക്കാനുണ്ടാവുക. നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. അമൃതലാൽ ബേഗഡാണ്. അപ്പോൾ അമൃതലാൽ ബേഗഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. പേജ് നമ്പർ 25, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25 എഴുത്തുകാരനെ കുറിച്ച് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. അമൃതലാൽ ബേഗഡ് കാ ജന്മ മധ്യപ്രദേശ് മേ ഹുവ. നമ്മളുടെ എഴുത്തുകാരനായ അമൃതലാൽ ബേഗഡിൻ്റെ ജന്മം അല്ലെങ്കിൽ ജനിച്ചത് മധ്യപ്രദേശിലാണ്. ഉനോനെ 1948 से 1953 तक ശാന്തിനികേതൻ में कला का अध्ययन किया. അതായത് അദ്ദേഹം 1948 മുതൽ, സെ എന്ന് പറഞ്ഞാൽ മുതൽ, 1953 തക്ക് എന്ന് പറഞ്ഞാൽ വരെ, ശാന്തിനികേതനിൽ കലാക്ക അധ്യയൻ കിയ. കല, അതായത് കല എന്ന് പറഞ്ഞാൽ ആർട്ട്, അധ്യയൻ കിയ എന്ന് വെച്ചാൽ പഠിച്ചു. അപ്പോൾ അദ്ദേഹം 1948 മുതൽ 1953 വരെ ശാന്തിനികേതനിൽ കല പഠിച്ചു. വേ നർമ്മദാവൃതി ചിത്രകാർ ഓർ ലേഖക് ഹെ. വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നർമ്മദാവൃതി ചിത്രകാരുമാണ്, അതുപോലെ തന്നെ ലേഖക് എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനും കൂടെയാണ്. മധ്യപ്രദേശ് शासन के संस्कृति विभाग द्वारा राष्ट्रीय शारद जोशी सम्मान, केंद्र सरकार द्वारा महापंडित राहुल संस्कृति पुरस्कार, विद्यानिवास मिश्र स्मृति सम्मान आदि से वे पुरस्कृत है. അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. മധ്യപ്രദേശ് ശാസൻ കെ സംസ്കൃതി വിഭാഗ് ദ്വാര രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ, കേന്ദ്ര സർക്കാർ ദ്വാര മഹാപണ്ഡിത് രാഹുൽ സാകൃത്യായൻ പുരസ്കാർ, വിദ്യാനിവാസ് മിശ്ര സ്മൃതി സമ്മാൻ ആദിസേവെ പുരസ്കൃത ഹെ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സൗന്ദര്യക്കി നദി നർമ്മദ, അമൃതസ്യ നർമ്മദ, ധീരെ ധീരെ നർമ്മദ ആദി ഉൻകി പ്രസിദ്ധ രചനായേ ഹെ. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളെന്ന് പറയുന്നത്. അപ്പം 3 രചനകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് 3ഉം അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകൾ എന്നാണ് പറയുന്നത്. ആ 3 രചനകളുടെ പേര് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് കഥയെ പറ്റിയോ എന്തെങ്കിലും പറ്റിയും എഴുതുന്ന സമയത്ത്, അതായത് യാത്രാവൃത്തിനെ പറ്റി എഴുതുന്ന സമയത്ത്, നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് അമൃതലാൽ ബേഗഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാൽ മതിയാകും. ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലാണ്. അദ്ദേഹത്തിന് കലയിൽ കലാവിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. അത് 1948 മുതൽ 1953 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചിത്രകാരനാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനും കൂടിയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പ്രസിദ്ധമായ രചനകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കാണാം.
അമൃത്ലാൽ ബേഗഡ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 3 1928 അദ്ദേഹം മരണപ്പെടുന്നത് ജൂലൈ 6 2018. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുത്തുകാരനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് യാത്രാവൃത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് യാത്രാവൃത്തിലേക്ക് കടക്കാം. നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് റെയിൻ ബസേരേമേ. റെയിൻ ബസേരേമേ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രികാലങ്ങളിൽ താമസിക്കാനുള്ള ഒരു ഷെൽട്ടർ, അതായത് വീടും ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ടുപോയ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഷെൽട്ടറുകൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സത്രം, മലയാളത്തിൽ പറഞ്ഞാൽ സത്രം എന്നൊരു അർത്ഥമാണ്. അങ്ങനെയുള്ളതിനെയാണ് റെയിൻ ബസേരമേ എന്ന് പറയുന്നത്. അപ്പം എഴുതിയത് അമൃത്ലാൽ ബേഗഡ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ യാത്രാ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. धीरे धीरे नर्मदा अमृतलाल बेगड की नर्मदा पदयात्राओं का वृत्तांत है. प्रथम पदयात्रा उन्होंने अपने 50 साल की आयु में 1977 में की और अंतिम 2009 में. इन 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है. धीरे धीरे नर्मदा. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. അപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം 1977 ഹിന്ദിയിൽ പറയാം 1977 എന്നാണ്. 2009 2009 എന്നും 1997 1997 എന്നാണ് പറയുക. धीरे धीरे नर्मदा अमृतलाल बेगड की नर्मदा पदयात्राओं का वृत्तांत है. അപ്പം ധീരെ ധീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ ബേഗഡിൻ്റെ നർമ്മദ കാൽനട യാത്രകളുടെ വിവരണമാണ്. പ്രഥം പദയാത്ര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാൽനട യാത്ര. ഉനോനെ അദ്ദേഹം അപ്പിനെ തൻ്റെ 50 സാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വയസ്സ് എന്നാണ്, അല്ലെങ്കിൽ വർഷം എന്നാണ്. കി ആയു എന്ന് പറഞ്ഞാൽ ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്. അപ്പോൾ 50 സാൽ കി ആയു എന്ന് പറഞ്ഞാൽ 50 വർഷം വയസ്സുള്ളപ്പോൾ, അതായത് 50 വയസ്സുള്ളപ്പോൾ 1977 നടത്തി. ഓർ കൂടാതെ അന്തിമ് എന്ന് പറഞ്ഞാൽ അവസാനത്തേത് 2009 നടത്തി. इन 33 वर्षों के दौरान की गई करीब 4000 किलोमीटर 4000 किलोमीटर की पदयात्राओं का वृत्तांत है. അതായത് ഇൻ പറഞ്ഞാൽ ഈ 33 എന്ന് പറഞ്ഞാൽ 33 വർഷോക്കെ 33 വർഷത്തിൻ്റെ ഇടയിൽ, ദൗരാൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഏകദേശം, കരീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 കിലോമീറ്റർ. പദയാത്രാओं का വൃത്താന്ത് ഹേ, കാൽനട യാത്രകളുടെ വിവരണമാണ് ധീരെ ധീരെ നർമ്മദ. ഒന്നുകൂടെ പറയാം. ധീരെ ധീരെ നർമ്മദ അമൃതലാൽ ബേഗഡ് की നർമ്മദ പദയാത്രാओं का വൃത്താന്ത് ഹേ. ധീരെ ധീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ ബേഗഡിൻ്റെ നർമ്മദ കാൽനട യാത്രകളുടെ ഒരു വിവരണമാണ്. പ്രഥം പദയാത്ര ആദ്യത്തെ കാൽനട യാത്ര. ഉനോനെ അദ്ദേഹം അപ്നെ തൻ്റെ 50 സാൽ കി ആയുമേ 50 വയസ്സുള്ളപ്പോൾ, അതായത് 1977 നടത്തി. ഓർ കൂടാതെ അന്തിമ് അവസാനത്തേത് 2009 നടത്തി. ഇൻ 33 വർഷോं के दौरान ഈ 33 വർഷത്തിനിടയിലുള്ള ഏകദേശം 4000 കിലോമീറ്റർ കാൽനട യാത്രകളുടെ ഒരു വിവരണമാണ് പദയാത്രാओं का വൃത്താന്ത് ഹേ ധീരെ ധീരെ നർമ്മദ. വിവരണമാണ് ധീരെ ധീരെ നർമ്മദ എന്ന് പറയുന്നത്. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं.
ഈ സിൽസിലയമേ ഇതോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പിനെ തൻ്റെ സഹായകനായ ചോട്ടു കെ സാത്ത്, ചോട്ടുവിൻ്റെ കൂടെ, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, 11 ഒക്ടോബർ 1997 നടത്തിയ പദയാത്ര, കാൽനടയാത്രയുടെ അനുഭവമാണ് യഹാം ഇവിടെ ദിയേ ഗയേ ഹേ നൽകിയിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ സഹായകനായ ചോട്ടുവിൻ്റെ ഒപ്പം 1997 ഒക്ടോബർ 11 നടത്തിയ പദയാത്രയുടെ അനുഭവമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു യാത്രാവൃത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വായിച്ചു. ഇനി നമുക്ക് യാത്രാവൃത്തിലേക്ക് കടക്കാം. നോക്കൂ, रात को थोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया. तारे ऐसे लग रहे थे मानो किसी ने आकाश में सफ़ेद तिल बिखेर दिए हो. चांद नहीं था, इसलिए तारे खुलकर सामने आ गए थे. എന്താണ് രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി, തോടി എന്ന് പറഞ്ഞാൽ കുറച്ച്, ദേർ എന്ന് പറഞ്ഞാൽ നേരം, മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ബഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ആയ വന്നു, ആകാശ് ആകാശം, ആകാശത്തിന് മറ്റൊരു വാക്ക് കൂടെ പറയും ആസ്മാൻ, പക്ഷെ ഇവിടെ ആകാശം നമ്മുടെ ആകാശം തന്നെ. തലേ എന്ന് പറഞ്ഞാൽ താഴെ, ബൈട്ട് ഗയ ഇരുന്നു, താരെ എന്ന് പറഞ്ഞാൽ നക്ഷത്രം, കിസീനെ എന്ന് പറഞ്ഞാൽ ആരോ, സഫേദ് വെളുത്ത, തിൽ എന്ന് പറഞ്ഞാൽ എള്ള്, ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഗുൽക്കർ എന്ന് പറഞ്ഞാൽ തുറന്ന്, സാമ്നെ മുന്നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ആശയം നോക്കാം. രാത് കോ തോടി ദേർ കെ ലിയേ മേ ബാഹർ നിക്കൽ ആയ ഔർ ആകാശ് തലേ ബൈഠ് ഗയ. രാത് കോ രാത്രിയിൽ, തോടി കുറച്ച്, ദേർ കെ ലിയേ കുറച്ച് നേരം, മേ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ ഒരു എഴുത്തുകാരനാണ് ഇവിടെ ഞാൻ എന്ന് വിശേഷിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രാത്രിയിൽ കുറച്ച് നേരം ഞാൻ, ബഹർ നിക്കൽ ആയ പുറത്ത് വന്നു, ഔർ കൂടാതെ, ആകാശ് തലേ, ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം, തലേ എന്ന് പറഞ്ഞാൽ താഴെ, ആകാശത്തിന് താഴെ, ബൈട്ട് ഗയ ആകാശത്തിന് താഴെ ഇരുന്നു. രാത്രിയിൽ കുറച്ച് നേരം ഞാൻ പുറത്തു വന്നു എന്നിട്ട് ആകാശത്തിന് താഴെ ഇരുന്നു. അടുത്ത നോക്ക്, താരെ ഏസെ ലഗ് രഹേ തേ മാനോ കിസിനെ ആകാശ് മേ സഫീദ് തിൽ ബിഖേർ ദിയേ ഹോ. എന്താണ് നക്ഷത്രങ്ങൾ, താരെ നക്ഷത്രങ്ങൾ, ഏസെ ലഗ് രഹേ തേ മാനോ കിസിനെ ആരോ ആകാശത്ത്, സഫേദ് തിൽ വെളുത്ത എള്ള് വിതറിയതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ആകാശത്ത് നക്ഷത്രങ്ങൾ വിശേഷിപ്പിക്കുകയാണ്, നക്ഷത്രങ്ങൾ വെളുത്ത എള്ളുകളെ പോലെയാണ് ആകാശത്ത് കണ്ടിരുന്നത്. ചാന്ദ് നെഹീത്ത, ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, നെഹീത്ത ഇല്ലായിരുന്നു. ആ ദിവസം എന്തില്ലായിരുന്നു, ആകാശത്ത് ചന്ദ്രനില്ലായിരുന്നു. ഇസ്ലിയേ അതുകൊണ്ടാവാം, താരെ ഗുൽക്കർ നക്ഷത്രങ്ങൾ തുറന്ന്, സാമ്നെ ആകെ തുറന്ന് മുന്നോട്ടേക്ക് വന്നത് എന്നാണ് പറയുന്നത്. തുറന്ന് മുന്നോട്ടേക്ക് വരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കാം? ചന്ദ്രനില്ലാത്ത സമയത്ത് നിലാവ് വെളിച്ചം ഉണ്ടാവില്ല. ആകാശത്ത് ചന്ദ്രൻ്റെ വെളിച്ചമില്ലാത്ത സമയത്ത് ആകാശം നല്ല എന്താണ് കറുപ്പ് നിറമായിരിക്കും, അല്ലെങ്കിൽ മേഘങ്ങളാൽ മൂടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതായത് വെളിച്ചം, വേറൊരു വെളിച്ചം തന്നെ ആകാശത്ത് ഉണ്ടാവില്ല, നിലാവ് ഉണ്ടാവാത്ത സമയം. ആ സമയത്ത് എന്താണ് നക്ഷത്രങ്ങളെ നമുക്ക് നന്നായിട്ട് അവയുടെ വെളിച്ചം കാണാൻ വേണ്ടി കഴിയും. അതിനെയാണ് ഇവിടെ ചന്ദ്രനില്ലാത്ത രാത്രിയിൽ നക്ഷത്രങ്ങൾ തുറന്ന് മുന്നോട്ടേക്ക് വന്നു എന്ന് പറയുന്നത്. അതായത് ചന്ദ്രനില്ലെങ്കിൽ ആകാശത്ത് ഇരുട്ടായിരിക്കും. ആ ഇരുട്ടിൽ നമ്മൾ നക്ഷത്രങ്ങളുടെ വെളിച്ചം നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു രാത്രിയിലൊരു വർണ്ണന പോലെ അല്ലേ. രാത്രിയിൽ കുറച്ച് നേരം നമ്മുടെ എഴുത്തുകാരൻ പുറത്തേക്ക് വന്നു, എന്നിട്ട് എവിടെ ഇരുന്നു, ആകാശത്തിന് താഴെയായി ഇരിക്കുന്ന സമയത്ത് ആകാശത്ത് ആരെ കണ്ടു, നക്ഷത്രത്തെ കണ്ടു. ഏത് രീതിയിലാണ് കാണുന്നത്? വെള്ള എള്ളുകൾ വിതറിയതുപോലെയുള്ള നക്ഷത്രങ്ങൾ,
അതായത് ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എന്തിന് സമാനമായിട്ടാണ് തോന്നുന്നത്? വെള്ള എള്ളുകൾ ഇങ്ങനെ വിതറിയിട്ടതുപോലെയാണ് നമ്മുടെ എഴുത്തുകാരന് തോന്നിയത്. അതെന്തുകൊണ്ടാണ്? ആ ദിവസത്തിൽ ആകാശത്ത് ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ വെളിച്ചമില്ലാത്തത് കൊണ്ട് നക്ഷത്രത്തെ നമുക്ക് നന്നായിട്ട്, നമ്മുടെ എഴുത്തുകാരൻ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത നോക്കാം. സൂരജ് ചൽത്താ ഹി അകേല, താരേ ചൽത്തി ഹി ജമാതാമേ. അപ്പോൾ എന്താണ്? സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചൽത്താഹേ നടക്കുന്നു അല്ലെങ്കിൽ നീങ്ങുന്നു. എങ്ങനെ നീങ്ങുന്നു? അകേല ഒറ്റയ്ക്ക്, താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം, താര എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ. ചൽത്തേഹേ നീങ്ങുന്നു, ജമാത്തുമേ കൂട്ടത്തോടെ. അപ്പം സൂര്യൻ ഒറ്റയ്ക്ക് നീങ്ങുന്നു, പക്ഷെ എന്താണ്? നക്ഷത്രങ്ങൾ കൂട്ടത്തോടെ നീങ്ങുന്നു. അമാവാസ കി രാത് കോ താരേ കാ ഭണ്ഡാര ബർത്താ ഹെ. എന്താണ് അമാവാസി എന്ന് പറഞ്ഞാൽ? അമാവാസി ദിവസം. അമാവാസി ദിവസം എന്ന് പറയുന്നത് രാത്രിയിൽ ആകാശത്ത് ചന്ദ്രനെ കാണാത്ത ദിവസത്തെയാണ് അമാവാസി ദിവസം എന്ന് പറയുന്നത്. അപ്പം രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു രാത്രി. അമാവാസിക്ക് രാത്രി എന്ന് പറഞ്ഞാൽ അമാവാസി ദിവസത്തെ രാത്രിയിൽ താരോങ്ക ഭണ്ഡാര ബർത്താ ഹെ. അതായത് നക്ഷത്രങ്ങളുടെ, താരോങ്ക എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഭണ്ഡാര എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സമൂഹം എന്നെല്ലാം അർത്ഥമാണുള്ളത്. ബർത്താഹെ എന്ന് പറഞ്ഞാൽ നിറയുക. അപ്പോൾ എന്താണ്? അമാവാസി ദിവസത്തെ രാത്രിയിൽ നമ്മുടെ നക്ഷത്രങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ചന്ദ്രൻ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആരെ കാണാൻ പറ്റും? നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ എല്ലാ നക്ഷത്രങ്ങളുടെയും വെളിച്ചമൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചന്ദ്രനില്ലാത്ത ആ ഒരു രാത്രിയിൽ നമുക്ക് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. दिन का आकाश है हाउस ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്തായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക? അതായത് നമ്മുടെ എഴുത്തുകാരൻ പറയാണ്, ദിവസത്തിലെ ആകാശം എന്ന് പറയുന്നത് എന്താണ്? ദിൻക ആകാശം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ലോർഡാണ്. അതുപോലെ രാത്രിയിലെ ആകാശം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് കോമൺസ് ആണ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും കാരണം? നോക്കാം. അതായത് എഴുത്തുകാരൻ ഇവിടെ, അതായത് അത് രണ്ട് സഭകളാണ് എവിടെയുള്ളത്? അങ്ങ് UK രണ്ട് സഭകളെയാണ് ഈ രണ്ട് പേരിട്ടിട്ട് വിശേഷിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ അതുമായിട്ടാണ് ഇവിടെ ഉപമ ചെയ്തിട്ടുള്ളത്, അതായത് ഉപമിച്ചിട്ടുള്ളത്. അതായത് ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സഭയാണ്. അവിടെ അത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം എന്താണ് ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറഞ്ഞാൽ? കുറച്ച് ശാന്തവും സമാധാനവും അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സഭ. അപ്പോൾ ഈ ഒരു സഭയിൽ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സഭ, ഒരു പുരുഷ വിഭാഗം മാത്രം പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ് ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ കുറച്ച് എന്താണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ പോകുന്നു. അത് ഈ ദിൻക ആകാശം എന്ന് പറയാനുള്ള കാരണം എന്നാന്ന് പറഞ്ഞാൽ, പകൽ സമയത്ത് നമ്മൾ ആകാശത്ത് ആരേ ഉണ്ടാവുള്ളൂ? സൂര്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഹൗസ് ഓഫ് ലോർഡ് എന്ന് കണക്ട് ചെയ്യുന്നത്. അതായത് ആകാശത്ത് പകൽ സമയങ്ങളിൽ ആരാണ് രാജാവ്? സൂര്യനാണല്ലേ. അപ്പം സൂര്യനാണ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ രാത്രിയിലോ? രാത്രിയിലുള്ളതിന് ഇവിടെ എന്താ പറയുന്നത്? ഹൗസ് ഓഫ് കോമൺസ്. അതായത് സാധാരണക്കാരുടെ ഒരു സഭയാണ് രാത്രി, അതായത് സാധാരണക്കാരുടെ ഒരു സഭ. അതിനെ നമ്മൾ രാത്രിയായിട്ടാണ് എഴുത്തുകാരൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ എന്താണ്, അതായത് ഈ ഒരു ഹൗസ് ഓഫ് കോമൺസിൽ ഒരുപാട് വാദങ്ങളും അഭിപ്രായങ്ങളും സാധാരണക്കാരുടെ എല്ലാ കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെയാണ് രാത്രി കാലത്തുള്ള ആകാശം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്താണ്, രാത്രി കാലങ്ങളാകുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ പകൽ സമയങ്ങളിൽ നമ്മൾ ആരെ മാത്രമേ കാണുന്നുള്ളൂ? സൂര്യനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം പ്രധാനപ്പെട്ട ഒരു സഭ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സഭ എന്ന ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ പകൽ സമയത്തുമായിട്ട്
കണക്ട് ചെയ്തത്. എന്നാൽ രാത്രിയിൽ ഒരുപാട് നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് കാണുന്നു. അതുപോലെയാണ് എവിടെ ഹൗസ് ഓഫ് കോമൺസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാ സംഭവങ്ങളും ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സഭയാണ്. അപ്പം അതിന് ഒരു കൂട്ടം ആളുകൾ ചേർന്നതാകുന്നത് കൊണ്ടായിരിക്കാം രാത്രിയിലേക്ക് അതിനെ കണക്ട് ചെയ്തത്. അതായത് ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ ചേർന്ന ഒരു സഭയായത് കൊണ്ട് തന്നെ അതിനെ രാത്രിയിലെ നക്ഷത്രങ്ങളുമായിട്ട് ഉപമിക്കുകയാണ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ പകലിൽ സൂര്യൻ മാത്രമേ ഉള്ളൂ. അതായത് ഹൗസ് ഓഫ് ലോർഡ്, രാജാവും കുറച്ച് അനുയായികളും ചേർന്ന സഭയുമായിട്ട് നമ്മുടെ പകൽ സമയത്തെയും കണക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അത്രയേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് 2 സഭകളാണ് യു കെയിലുള്ള 2 സഭകളാണ്, ഹൗസ് ഓഫ് ലോർഡും അതുപോലെ ഹൗസ് ഓഫ് കോമൺസിൽ സാധാരണ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു, വിമർശനങ്ങളും എല്ലാം അതിൽ പറയുന്നുണ്ട്, ഒരു കൂട്ടം ആളുകൾ ചേർന്നതും. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജാവും അതിൻ്റെ ചുറ്റിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ആളുകളും ചേർന്നിട്ടുള്ള ഒരു സഭ. അപ്പം കുറച്ച് ആളുകൾ ചേർന്നിട്ട് രാജാവും ചേർന്നിട്ട് ആ ഒരു സഭയെ നമ്മൾ സൂര്യൻ പകൽ സമയമായും കണക്ട് ചെയ്യുന്നു. അതുപോലെ ഒരുപാട് ആളുകളുള്ള ജനങ്ങളെല്ലാം കൂടി ചേർന്ന ആ ഒരു സഭയെ ഒരുപാട് നക്ഷത്രങ്ങളുമായിട്ടും കണക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു 2 സഭകളുമായിട്ട് കണക്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടി വന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചിത്രം കാണാം. അതായത് നമ്മുടെ ലേഖകനും അദ്ദേഹത്തിൻ്റെ സഹായിയായ ആര്? ചോട്ടു. നമ്മൾ ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ പറഞ്ഞില്ലേ ചോട്ടുമായിട്ട് നടന്ന ഒരു യാത്രയുടെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നതെന്ന്. അപ്പം എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ സഹയാത്രികനുമായ ആര്? ചോട്ടുവും രാവിലെ യാത്ര പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സുബഹ് ആകെ ബഡേ പങ്കഡണ്ടി ഏക് ഖതർനാക് ഹോ ഗയി. അപ്പോൾ എന്താണ് സുബഹ് ആകെ ബഡേ? സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, ആകെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, അതായത് രാവിലെ മുന്നോട്ട് നീങ്ങി. പങ്കഡണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയടി പാത. ഏക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഖതർനാക് അപകടകരം. അപ്പം നോക്കാം. അപ്പോൾ ഒറ്റയടി പാത പെട്ടെന്ന് തന്നെ എന്തായി? ഖതർനാക് അപകടകരമായി. ജറാ ചൂക്കെ ഓർ സീതേ പാനി മേ. എന്താണ് ചൂക്കെ എന്ന് പറഞ്ഞാൽ ഗലത്ത് അല്ലെങ്കിൽ തെറ്റ് എന്നൊരു അർത്ഥമാണ്. സീതേ പാനി മേ നേരെ വെള്ളത്തിലേക്ക്. അതായത് ഒറ്റയടി പാത പെട്ടെന്ന് അപകടകരമായി. എന്തുകൊണ്ട്? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ തെറ്റിയാൽ നേരെ വെള്ളത്തിലേക്ക് പോകും. പത്തലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി. അതെന്താ? പത്തലി എന്ന് പറഞ്ഞാൽ എന്താണ്? മെലിഞ്ഞ അല്ലെങ്കിൽ നേർത്ത. അപ്പം നേർത്തതായിട്ട് അതെന്താവുകയാണ്? അതങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ ഒരു ഒറ്റയടി പാത അപകടകരമായത് എങ്ങനെയാണ്? നേരത്തെ അല്ലെങ്കിൽ അതൊന്ന് ചെറുതായി അതങ്ങ് അപ്രത്യക്ഷമായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ സുബഹ് ആകെ ബഡേ രാവിലെ മുന്നോട്ട് നീങ്ങി. പങ്കഡണ്ടി ഏക് ഖതർനാക് ഹോ ഗയി. പങ്കഡണ്ടി ഒറ്റയടി പാത പെട്ടെന്ന് അപകടകരമായി മാറി. ജറാ ചൂക്കെ ഓർ സീതേ പാനി മേ ഒന്ന് അങ്ങോട്ട് തെറ്റിയാൽ നേരെ വെള്ളത്തിലേക്ക് പോകും. പത്തലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി നേർത്ത് അതിനെ കാണാതെ ആയി. ഖിടി ചടായി ചഡ്കർ മുഷ്കിൽ സെ ഊപ്പർ ആയി. ഖിടി എന്ന് പറഞ്ഞാൽ കുത്തനെ, ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം, ചടുക്കർ എന്ന് പറഞ്ഞാൽ കയറിയിട്ട്. മുഷ്കിൽ സെ ഊപ്പർ ആയി. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട്. ഊപ്പർ ആയെ മുകളിൽ എത്തി അല്ലെങ്കിൽ മുകളിൽ വന്നു. അതായത് കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ മുകളിൽ വന്നത്.
लेकिन ऊपर न गड़बड़ थी, न പങ്കിടണ്ടി और बादल थे कि हमें लगातार धमका रहे थे. എന്താണ് ഇവിടെ പറഞ്ഞത്? പക്ഷേ, ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, ഊപ്പർ മുകളിൽ, ന ഗഡ്ബാഡ് ഒരു നല്ലൊരു വഴി ഉണ്ടായിരുന്നില്ല, ന പങ്കിടണ്ടി ഒരു ഒറ്റയടി പാത ഇല്ല, എന്താണ്, ഓർ ബാദൽ തേ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, നിരന്തരമായി, ലഗാതാർ നിരന്തരമായി, ദംക എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക, ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതായത് അപ്പോൾ ഒന്നും കൂടെ പറയാം. ലേക്കിൻ ഊപ്പർ ന ഗഡ്വാഡ് തീ ന പങ്കിടണ്ടി ഓർ ബാദൽ തേ കി ഹമേ ലഗാതാർ ദംക രഹേ തേ. അതായത് പക്ഷെ മുകളിൽ ഒരു നല്ലൊരു വഴി ഉണ്ടായിരുന്നില്ല, നല്ലൊരു ഒറ്റയടി പാത ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ അത് നിരന്തരമായി ദംഖാന എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഇവിടെ ദംഖ എന്ന് വെച്ചാൽ പേടിപ്പിച്ച് രഹത്തെ കൊണ്ടേയിരുന്നു. ബാദൽ ഞങ്ങളെ പേടിപ്പിച്ചു കൊണ്ടേയിരുന്നു. വേ സിമട്ട് കർ ഘനെ കാലെ മേഘോ മേ പരിവർത്തിത് ഹോ രഹത്തെ. എന്താണ് വേ സിമട്ടുകർ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് കൂടുക. വേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ്? മേഘങ്ങൾ അതായത് അവ ഉരുണ്ട് കൂടി. ഘനെ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന, ഘനെ ജംഗൽ എന്നെല്ലാം നമ്മൾ പറയലില്ലേ. അപ്പോൾ ഇടതൂർന്ന അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ള ആ ഒരു മീനിങ്ങിൽ നമുക്ക് എടുക്കാം. നല്ല ഉരുണ്ടുകൂടി നല്ല ഉറപ്പുള്ള കാലേ മേഘവും. കാലേ എന്ന് പറഞ്ഞാൽ കറുത്ത, മേഘം എന്ന് പറഞ്ഞാൽ മേഘം. നമ്മൾ ബാദലും എന്ന് മേഘത്തിനെ പറയും, അതുപോലെ തന്നെ മേഘം എന്നും പറയാം. മേ പരിവർത്തിത് ഹോ രഹത്തെ. പരിവർത്തിത് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, അതായത് മാറിയിരുന്നു. അതായത് മേഘങ്ങൾ ഉരുണ്ടുകൂടി കറുത്ത മേഘം എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർമേഘങ്ങളല്ലേ. അപ്പോൾ കാർമേഘങ്ങളായിട്ട് മേഘങ്ങൾ മാറിയിരുന്നു, അല്ലെങ്കിൽ മാറുന്നുണ്ട്, അല്ലെ മാറി. ഓക്കെ, അപ്പോൾ എന്താണ്? മേഘങ്ങൾ അവ ഉരുണ്ടുകൂടി കറുത്ത മേഘങ്ങളായി മാറി. കബീബി ബറസ് സക്തേ തേ. എന്താണ്? കബീബി എപ്പോൾ വേണമെങ്കിലും ബറസ് സക്തേ തേ. അത് പെയ്യാമായിരുന്നു. അതായത് മഴ പെയ്യണോ വേണ്ടയോ എന്ന് നിൽക്കുന്ന ഒരു കാലാവസ്ഥയുണ്ടല്ലോ. മേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടി, കാർമേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടി ആ ഒരു മൂടിയ കാലാവസ്ഥ, ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് പെയ്യാം? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഹി ഏക് ആദ്മി തക് നസർ നഹി ആ രഹാ താ, കിസി തരഹ് പതോട പഹൂഞ്ചെ. കഹി ഏക് എന്താണ്? ഒരു ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. തക് നസർ നഹി ആ രഹാ താ, അതായത് ഒരു സ്ഥലത്തും ഒരു മനുഷ്യനെയും നസർ നഹി ആ രഹാ താ കാണാനില്ലായിരുന്നു. ആ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. കിസി തരഹ് പതോട പഹൂഞ്ചെ. അപ്പോൾ കിസി തരഹ് പതോട പഹൂഞ്ചെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ അവർ പതോടയിൽ എത്തി. പതോട എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അതായത് പതോട എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പാഠങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ അതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പതോട എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അപ്പോൾ അവരെങ്ങനെയൊക്കെയോ, അതായത് മഴ വരാൻ പോകുന്നുണ്ട്, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്, വഴിയൊന്നും ശരിയല്ല, ആ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെയൊക്കെയോ നടന്ന് എവിടെ എത്തി? പതോടയിലെത്തി. റോസ് की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा. എന്താണ് റോസ് की അപേക്ഷ? റോസ് എന്ന് വെച്ചാൽ എല്ലാം ഡെയിലി നടക്കുന്നതിനെ അപേക്ഷിച്ച് ഇവിടെ ആര് രണ്ടുപേരാണ് നടക്കുന്നത്, ആ കാര്യം മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ലേഖകൻ്റെ സഹയാത്രികനുമായ ചോട്ടു, ആ രണ്ടുപേരെയും മറക്കാൻ പാടില്ല. അവർ രണ്ടുപേരുമാണ് ഈ ഒരു പദയാത്ര നടത്തുന്നത്, അല്ലേ? ആ ഒരു പദയാത്രയുടെ ഒരു യാത്രാവൃത്താണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിനെയും മറന്നു പോകാൻ പാടില്ല. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക, ഓർത്ത് വെക്കുക. അത് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കൂ, റോസ് की അപേക്ഷ, അതായത് എന്നും
എന്നത്തേനേക്കാളും അപേക്ഷിച്ച് ആജ് ഹം, ഇന്ന് ഞങ്ങൾ, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ആദാ എന്ന് പറഞ്ഞാൽ പകുതി, ഹാഫ്, ഹി ചൽ പായത്തെ, പകുതിയെ നടന്നിട്ടുള്ളൂ. അപ്പോൾ എന്നും നടക്കുന്നതിനെ അപേക്ഷിച്ച് ഇന്ന് ഞങ്ങൾ പകുതി ദൂരമേ അല്ലെങ്കിൽ പകുതിയെ ഞങ്ങൾ നടന്നിട്ടുള്ളൂ. ലേക്കിൻ, ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാ, പക്ഷേ. പാനി, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. അതുപോലെ ഡർ എന്ന് പറഞ്ഞാൽ പേടി. ഗാവ് എന്ന് പറഞ്ഞാൽ ഗാമം. റുക്ന പട, നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിന്നു. അപ്പം അവർ പറഞ്ഞു എന്നത്തേക്കാളും ഇന്ന് പകുതി ദൂരമേ നടന്നിട്ടുള്ളൂ. ലേക്കിൻ പക്ഷേ പാനിക്ക് ഡർസേ, പാനിയെ പേടിയതുകൊണ്ട്, വെള്ളത്തിനെ പേടിയതുകൊണ്ട്. എന്തുകൊണ്ടാണ് വെള്ളത്തിനെ പേടി? മഴ പെയ്യാൻ പോകുന്നുണ്ടല്ലേ, അപ്പോൾ കാർമേഘങ്ങളെല്ലാം ഉരുണ്ട് കൂടിയിട്ടുണ്ട്, ഏത് സമയവും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പേടിച്ചിട്ട് ഇസി ഗാവ് മേ റുക്ന പട, ഈ ഗ്രാമത്തിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് മഴയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിനെ പേടിച്ചിട്ട് അവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. കുച്ച് ലോഗോനെ മിൽക്കർ ഗാവ് മേ എക് മന്ദിർ ബൻവായാ ഹെ. കുച്ച് ലോഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ, മിൽക്കർ ചേർന്നിട്ട്, ഗാവ് മേ ഗ്രാമത്തിൽ, എക് ഒരു, മന്ദിർ, മന്ദിർ എന്ന് പറഞ്ഞ ടെമ്പിൾ, അമ്പലം, ക്ഷേത്രം, ബൻവായാ ഹെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ആ ഒരു ഗ്രാമത്തിൽ ഒരു അമ്പലം പണിതിട്ടുണ്ട്. अभी मूर्ति की स्थापना नहीं हुई है. അപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ, അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, മൂർത്തിക്ക് സ്ഥാപന, മൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠ, ഒരു ദൈവരൂപം, അവിടെ എന്താണ് സ്ഥാപന, സ്ഥാപിക്കുക, നിഹി ഹുയി ഹേ, സ്ഥാപിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ അവിടെ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. मंदिर के बरामदे में लोहे का जाली वाला दरवाज़ा है. അതായത് മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം, ബരാംദേ മേ എന്ന് പറഞ്ഞാൽ ബരാംദേ എന്ന് പറഞ്ഞാൽ വരാന്ത, ലോഹ എന്ന് പറഞ്ഞാൽ ലോഹം, ഇരുമ്പ്, ജാലിവാല എന്ന് പറഞ്ഞാൽ അഴികൾ, അതായത് ഇരുമ്പഴികളുള്ള ദർവാസ ഹേ. ദർവാസ എന്ന് പറഞ്ഞാൽ വാതിൽ, ഡോർ എന്നുള്ള അർത്ഥമാണ്. അപ്പം അമ്പലത്തിൻ്റെ വരാന്തയിൽ ഇരുമ്പ് കൊണ്ടുള്ള അഴികളുള്ള, അതായത് ഇരുമ്പിൻ്റെ അഴികളുള്ള വാതിലുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ആണ് ഇപ്പം പറയുന്നത്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തി, ആ ഒരു ഗ്രാമത്തിൽ അവർ എത്തിച്ചേർന്നു. ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന സമയത്ത് എങ്ങനെയാണ് അവർ എത്തിച്ചേർന്നത്? അവർ മഴയെ പേടിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളത്തിനെ പേടിച്ചിട്ടാണ് അവർ ആ ഗ്രാമത്തിൽ നിൽക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ടി വന്ന സമയത്ത് അവിടെ ഒരു അമ്പലം കാണുകയാണ്. അമ്പലം കണ്ടു. അപ്പോൾ അമ്പലത്തിൽ ഇതുവരെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുണ്ടായിരുന്നു? നല്ല ഇരുമ്പിൻ്റെ അഴികളുള്ള വാതിൽ ഉണ്ടായിരുന്നു. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. मंदिर की देख रेഖ എന്ന് പറഞ്ഞാൽ അമ്പലം സംരക്ഷിക്കാൻ, അതായത് സംരക്ഷണം എന്നാണ് ദേഖ് രേഖ എന്നതിന് കൊണ്ട് അർത്ഥമാക്കുന്നത്. സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമീണെ ഉസേ, അതായത് ഗ്രാമീണൻ എന്ന് വെച്ചാൽ ആ ഒരു ഗ്രാമവാസി, അവിടെ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. എന്തിന്? ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ. ഉസേ ഹമാരെ ലിയെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോൽ ദിയ, ഗോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക, ഗോൽ ദിയ എന്ന് പറഞ്ഞാൽ തുറന്നു. അപ്പോൾ ഇവിടെ വേറൊരു കഥാപാത്രം കൂടെ വന്നു. ആരാണ്? ഗ്രാമീണൻ. ആ ഒരു അമ്പലത്തിൻ്റെ നോക്കി നടത്തിപ്പുകാരൻ ആയ ഒരു ഗ്രാമീണൻ അവിടെയുണ്ട്. അദ്ദേഹം നമ്മുടെ അമൃതലാൽ ബേഗഡല്ലേ നമ്മളെ എഴുത്തുകാരൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് ഓർക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ ചോട്ടു. അപ്പം ഇപ്പം നമുക്ക് 3 കഥാപാത്രങ്ങളെ കിട്ടി. ഒന്ന് ഗ്രാമീണനാണ്, ഒന്ന് 2 പേര് നമ്മൾ ഫസ്റ്റ് മുതലേ ഉള്ള അവരുടെ കഥയാണ് അല്ലേ. അതായത് അമൃതലാൽ ബേഗഡും ചോട്ടുവിൻ്റെയും കഥ തന്നെയാണ്. അപ്പോൾ അവർ 2 പേരും അതിൻ്റെ കൂടെ ഗ്രാമീണനെയും ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തത്. അപ്പം അദ്ദേഹം ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് അത് തുറന്നു കൊടുത്തു. ഹാജി യഹി ബരാംദ ഹമാര റെയിൻ ബസേര ഹേ.
അപ്പം നമ്മൾ എവിടെ എത്തി? ഇപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? റെയിൻ ബസേരെ മേ അല്ലേ? അപ്പോൾ അവിടെ എത്തി. ആജ് യഹി, ഇന്ന് ബരാംദ ഹമാര, ഈ ഒരു വരാന്ത ഞങ്ങളുടെ റെയിൻ ബസേര ഹേ. അപ്പോൾ ഇന്നത്തെ റെയിൻ ബസേര ഞങ്ങൾക്ക് ആ ഒരു മന്ദിറിൻ്റെ ബരാംദ എന്ന് പറഞ്ഞാൽ വരാന്തയാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ താമസിക്കുന്ന വീടില്ലാത്തവരും അങ്ങനെ രാത്രിയിൽ എവിടെ പെട്ടുപോയ ആളുകളും താമസിക്കാൻ വേണ്ടി ഉള്ള സ്ഥലത്തിനെയാണ് റെയിൻ ബസേര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ അമൃതലാൽ ബേഗഡിൻ്റെയും അതുപോലെ തന്നെ ചോട്ടുവിൻ്റെയും രാത്രിയിലെ താമസം എന്ന് പറയുന്നത് ഈ ഒരു വരാന്തയിലായിരുന്നു. പാനി ലാനെ കേലിയെ ബാൾട്ടി ദി. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ലാനെ കേലി എന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി, ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, ദി എന്ന് പറഞ്ഞാൽ തന്നു, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ബക്കറ്റ് തന്നു. फर्श पर बिछाने के लिए एक बहुत बड़ी दरी थी और सदाव्रत के लिए भी पूछा, लेकिन वह हमारे पास पर्याप्त था. അപ്പോൾ ഫർഷ് എന്ന് പറഞ്ഞാൽ തറ, ബിച്ചാനെ കേലിയെ എന്ന് പറഞ്ഞാൽ വിരിക്കാൻ വേണ്ടി, എക്ക് ബഹുത്ത് ഒരു വലിയ അല്ലെങ്കിൽ ഒരു വളരെ വലിയ, ബഹുത്ത് ബഡി ദരി വളരെ വലിയ, ദരീതി എന്ന് വെച്ചാൽ വളരെ വലിയ കട്ടിയുള്ളൊരു മെത്ത അല്ലെങ്കിൽ ഒരു ബെഡ് പോലെയുള്ളൊരു ഇത് കിടക്കാൻ വേണ്ടി കൊടുത്തു. ഓർ സദാവ്രത് കേലിയെ ബി. അപ്പോൾ സദാവ്രത് കേലി എന്ന് വെച്ചാൽ, സദാവ്രത് എന്ന് വെച്ചാൽ ഈ നമ്മൾ പെട്ടുപോയാൽ നമ്മളെ ഭക്ഷണ കാര്യങ്ങളും അതുപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പം അതിനു വേണ്ടി ചോദിച്ചു. പക്ഷേ വഹ ഹമാരെ പാസ് പര്യാപ്തത, പക്ഷേ അവർക്ക് അത് തൃപ്തരായിരുന്നു, അതായത് പര്യാപ്തം, അവർക്കത് മതിയായിരുന്നു, അവർക്ക് കിട്ടിയിട്ടുള്ള ഉപകാരം തന്നെ അതിൽ അവർ സംതൃപ്തരായിരുന്നു. ആര്? രണ്ടുപേരും, അമൃതലാൽ ബേഗഡും അതുപോലെ തന്നെ ചോട്ടും. അപ്പോൾ ഇതാരാണ് ചോദിക്കുന്നത്? ഈ സദാവ്രത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ഗ്രാമീണനാണ്. അതായത് അവർ രാത്രിയിൽ അവിടെ താമസിക്കാൻ വന്നു, അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് അത് ഒരു ഇതുവരെ കിട്ടിയതെല്ലാം അവർ തൃപ്തരായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഒന്നുകൂടി ഓർക്കുക, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ യാത്രാവൃത്ത് ആരുടേതാണ്? എഴുത്തുകാരൻ അമൃതലാൽ ബേഗഡും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരാളും കൂടി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ചോട്ടു. അവർ രണ്ടുപേരുടെയും ഒരു പദയാത്രയുടെ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങുന്നു. വഴിയെല്ലാം വളരെ മോശമായിരുന്നു, എന്നാൽ ഒറ്റയടി പാത പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരൊരു ഗ്രാമത്തിൽ എത്തിച്ചേരുകയാണ്. ആ ഗ്രാമത്തിലെത്തിയ സമയത്ത് അവരെ പേടിപ്പെടുത്തുന്ന എന്ത്? ബാദൽ, മേഘം വന്ന് അവരെ പേടിപ്പെടുത്തുകയാണ്. അതായത് കാർമേഘം വന്ന് മഴ ഏത് സമയവും പെയ്യാമെന്ന രീതിയിൽ എത്തിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു ഗ്രാമത്തിൽ, പത്തോഡ എന്നൊരു ഗ്രാമത്തിൽ താമസിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഗ്രാമത്തിൻ്റെ പേരും ഓർത്ത് വയ്ക്കുക. ആ ഗ്രാമത്തിൽ താമസിക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു അമ്പലമുണ്ട്, പുതുതായി പണി കഴിപ്പിച്ചൊരു അമ്പലമാണ്. അവിടെ പ്രതിഷ്ഠകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് അവിടെ ആ ഒരു അമ്പലം നോക്കി നടത്തുന്ന ഒരു ഗ്രാമീണൻ അവർക്കൊരു അഭയകേന്ദ്രം, അതായത് റെയിൻ ബസേരെ അഭയകേന്ദ്രം നൽകുകയാണ്. രാത്രികാലത്ത് തങ്ങാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ തുറന്നു കൊടുത്തിട്ട് അവരോട് ചോദിക്കുകയാണ് എന്തെങ്കിലും രീതിയിലുള്ള മറ്റ് സഹായങ്ങൾ വേണോ എന്ന്. പക്ഷേ അതുവരെ കിട്ടിയ സഹായങ്ങൾ അവർക്ക് വലിയ കാര്യം തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ഇപ്പം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതുവരെ ചാനൽ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതും മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.